ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആംബ്ലിയോപ്പിയ അല്ലെങ്കിൽ മടിയൻ കണ്ണ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ചെറിയ കുട്ടികളെയാണ് അത് കണ്ടുവരുന്നത്. അത് മസിൽ ഇംബാലൻസ് അഥവാ കോങ്കണ്ണ്, അതല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് എറേഴ്സ് കാഴ്ച വൈകല്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു പരിക്കുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാവുക. നമ്മൾ രണ്ട് കണ്ണിനും രണ്ട് കാഴ്ചയാണ് പല കേസിലും ഉണ്ടാവല്. ഒരു കണ്ണിന് ചിലപ്പോൾ നല്ല കാഴ്ച ഉണ്ടാവും, മറ്റേ കണ്ണിന്റെ കാഴ്ച ലേശം കുറവായിരിക്കും. അപ്പോൾ നമ്മളെ തലച്ചോറ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നല്ല കണ്ണിന്റെ കാഴ്ച മാത്രം എടുക്കുകയും കാഴ്ച കുറവുള്ള കണ്ണിന്റെ കാഴ്ചയെ പതുക്കെ സപ്രസ് ചെയ്ത് പിന്നീട് ആ കാഴ്ച ബ്രെയിൻ മറന്നു പോവുകയും ചെയ്യും. അതിലൂടെയുള്ള ഇമ്പൾസ് നമ്മുടെ ബ്രെയിനിലോട്ട് എത്തില്ല. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിന് പരിഹാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ റിഫ്രാക്റ്റീവ് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാഴ്ച വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള കറക്റ്റ് ചെയ്തതിന് ശേഷം നല്ല കണ്ണ് നമ്മൾ പൊത്തിപ്പിടിക്കും, അത് ഒക്ലൂഡ്. എന്നിട്ട് മോശം കണ്ണിനോട് കുറവുള്ള കണ്ണിനെ കൊണ്ട് കാണാൻ നിർബന്ധിക്കുകയും അങ്ങനെ മറന്നുപോയ കാഴ്ച ബ്രെയിൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കാഴ്ച പതുക്കെ തിരിച്ചെടുക്കുകയും അതിലൂടെ നമ്മൾ ആ കാഴ്ചക്കുറവുള്ള കണ്ണിന്റെ റെറ്റിനയും ബ്രെയിനും തമ്മിലുള്ള പാത്ത് ക്ലിയർ ആയതിനു ശേഷം ആ കാഴ്ച തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന രീതിയാണ്. എന്തിനാണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, നേരത്തെ കാലത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ പാടുപെടും. അതുകൊണ്ട് മറക്കാതെ നമ്മൾ നമ്മളെ കുട്ടികളെ ഹോസ്പിറ്റലിലോ ഓപ്റ്റിക്കൽ ഷോപ്പിലോ പോയിട്ട് ആംബ്ലിയോപ്പിയ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്താം. താങ്ക് യു.